പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി പൊന്നാനിയിലെ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിൽ ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം. കേസെടുക്കുന്നതിന് മുൻപ് പോലീസ് റിപ്പോർട്ട് പരിഗണിക്കുന്ന കാര്യം മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനിക്കാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. യുവതിയുടെ പരാതി വ്യാജമാണെന്നും പിന്നിൽ പ്രത്യേക താൽപര്യങ്ങളുണ്ടെന്നും ആരോപണങ്ങളും ഉയർന്നിരുന്നു. പൊന്നാനിയിലെ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനും തിരൂർ മുൻ DYSP VV ബെന്നിക്കും പൊന്നാനി മുൻ CI വിനോദിനും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അനുകൂല ഉത്തരവാണ്. കേസെടുക്കും മുൻപ് പോലീസ് റിപ്പോർട്ട് പരിഗണിക്കുന്ന കാര്യം മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനിക്കാം. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിയിൽ ചിലരുടെ പ്രത്യേക താൽപര്യങ്ങളുണ്ടെന്ന ആരോപണങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. ഒരു വാർത്താ ചാനലിലൂടെയാണ് ആരോപണവുമായി യുവതി രംഗത്തെത്തിയത്. എന്തായിരുന്നു ആ പരാതി? പൊന്നാനി സ്വദേശിയായ വീട്ടമ്മ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ പൊന്നാനി CA ആയിരുന്ന വിനോദിന് മുൻപാകെ എത്തി. വിനോദ് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു. വിനോദിനെ കുറിച്ച് പരാതി പറയാൻ VV ബെന്നിക്ക് മുൻപിലെത്തിയപ്പോൾ VV ബെന്നിയും ബലാത്സംഗം ചെയ്തു. അന്നത്തെ മലപ്പുറം SP ആയിരുന്നു സുജിത് ദാസ്. സുജിത് ദാസിന് മുൻപിലെത്തിയപ്പോൾ സുജിത് ദാസും പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ ആരോപണം. പരാതി ഹൈക്കോടതിയിലെത്തിയപ്പോൾ പോലീസ് റിപ്പോർട്ട് തേടാതെ തന്നെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചതാണ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായത്. 2023 താനൂരിൽ പോലീസ് മർദ്ദനത്തെ തുടർന്ന് താമിർ ജിഫ്രി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത്. ഈ കേസിലെ അന്വേഷണം VV ബെന്നിക്ക് നേരെ തിരിച്ചുവിടാൻ ശ്രമം നടന്നിരുന്നു. അത് ഫലം കണ്ടില്ല. മുട്ടിൽ മരമുറി കേസിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നതും ബെന്നിക്കാണ്. മരമുറി കേസ് അന്വേഷിക്കുന്നത് താനായതുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് ബെന്നിയുടെ വാദം. മുട്ടിൽ മരമുറി കേസ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇപ്പോൾ ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തുവിട്ട ചാനലിന്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന മാനേജിംഗ് ഡയറക്ടറോ ഉടമസ്ഥരോ എന്ന് പറയുന്ന രീതിയിലിരിക്കുന്ന ആളുകൾ തന്നെയാണ് മുട്ടിൽ മരമുറി കേസിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന പ്രതികൾ. പോലീസ് റിപ്പോർട്ട് പരിഗണിക്കുന്ന കാര്യം മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനിക്കാമെന്നത് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ചില താല്പര്യങ്ങൾ വെച്ച് പോലീസ് വീര്യത്തെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൂടെയുള്ള ഉത്തരവാണിത്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.